ടാക്സ് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻ ഹാൻഡ് എത്ര സാലറി ആയിരിക്കും കിട്ടുക എന്നുള്ളതിന്റെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വർക്കിംഗ് സെക്ടേഴ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ്. ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫഷൻ തന്നെ പറയാം. അല്ലെങ്കിൽ 1 CR എബോ 1.5 CR ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ 4,000 പൗണ്ട്സും ഒരിക്കലും നമുക്ക് ഇൻ ഹാൻഡ് കിട്ടില്ല. മലയാളികൾ വർക്ക് ചെയ്യുന്നത് നഴ്സിംഗിലാണ്. നഴ്സിംഗ് പല ബാൻഡുകളുണ്ട്, ബാൻഡ് 5, 6, 7. നൈറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 18, 19. മലയാളികൾ അടുത്തത് ഇവിടെ കുറെ പേര് വരുന്നത് നാട്ടിൽ തന്നെ ഡയറക്റ്റ് കെയർ ഹോം വിസ എടുത്തിട്ടാണ്. മന്ത്ലി ഒരു 2,300, 2,200 പൗണ്ട് ഒക്കെയാണ് പരമാവധി ഏൺ ചെയ്യാൻ പറ്റുക. ഹലോ എവരിവൺ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലഗേജ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2025 UK ഡിഫറെന്റ് വർക്കിംഗ് സെക്ടേഴ്സിൽ എങ്ങനെയാണ് സാലറി സ്കെയിലും കാര്യങ്ങളും എന്നുള്ളതാണ്. ആൻഡ് ടാക്സ് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻ ഹാൻഡ് എത്ര സാലറി ആയിരിക്കും കിട്ടുക എന്നുള്ളതിന്റെ ഒരു ബേസിസിൽ ചെയ്യുന്ന വീഡിയോ ആണ്. സോ മലയാളികൾ ഇവിടെ UK വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് ഫീൽഡ് ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വർക്കിംഗ് സെക്ടേഴ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും വേണം. ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു തരാം. ആൻഡ് ഓൾസോ ഞാൻ അവിടെ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ത്രൂ മെസ്സേജ് അയച്ചാലും ക്ലാരിഫൈ ചെയ്യാം. സോ ഞാൻ UK ബേസിസിൽ തന്നെ വേറെ 2 വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. UK വിസിറ്റിംഗ് വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ. ആൻഡ് 1 മന്തിൽ UK എത്രത്തോളം എക്സ്പെൻസ് വരും 2025 പ്രകാരം എന്നുള്ള ഒരു ഫാമിലിക്ക് ജീവിക്കാൻ. സോ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. സോ നമുക്ക് ഈ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് സെക്ഷനായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് UK പല സെക്ടറുകളിൽ കിട്ടുന്ന സാലറികൾ എത്രയാണ്, അപ്പോൾ അതിന് എത്രത്തോളം ടാക്സും കാര്യങ്ങളും വരും, നമുക്ക് ലാസ്റ്റ് ഇൻ ഹാൻഡ് സാലറി എത്ര വരും എന്നുള്ളത് ഈ വീഡിയോയിൽ പോകെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 5 സെക്ടറുകൾ ആയിട്ട് അല്ലെങ്കിൽ 6 സെക്ടറുകളായിട്ട് ഡിഫറെൻറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അതിൻ്റെ സാലറികളെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ തന്നെ പറയാം. ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വേറെ ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിലാണെങ്കിലും ഗ്ലാസ്കോ അല്ലെങ്കിൽ എഡിൻബ്ര അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ സിറ്റീസിൽ UK ഒരുപാട് IT എംപ്ലോയീസ് മാഞ്ചസ്റ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് ഒരു ജൂനിയർ എഞ്ചിനീയർ മുതൽ ഒരു സീനിയർ ആർക്കിടെക്റ്റ്, അങ്ങനെ പല പ്രൊഫഷൻ പല തസ്തികകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് പല സാലറീസ് ആണ്. ഇത് സിറ്റിയെ അടിസ്ഥാനപരമായിട്ടും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഇയർലി കണക്കാണ് ഞാൻ പറയുന്നത്, ഒരു 80,000 പൗണ്ട്സ് തൊട്ടിട്ട് ഒരു 120,000 പൗണ്ട്സ്, അത് നാട്ടിലെ ഒരു 1 CR അടുത്ത് വരെയൊക്കെ അല്ലെങ്കിൽ 1 CR എബോ 1.5 CR ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ ഇയർലി ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത്, മന്ത്ലി അല്ല. അപ്പോൾ ജൂനിയർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു മിനിമം സ്കെയിൽ ഉണ്ട്. എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ജൂനിയർ ആയിട്ട് വരുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഏത് പോസ്റ്റിൽ കയറുന്നതാണ് ഞാൻ പറയുന്നത്, ഒരു ട്രെയിനി അല്ല, ഒരു നോർമലി കോഴ്സൊക്കെ കഴിഞ്ഞ് കയറുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു മിനിമം സാലറിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഏകദേശം ഒരു 48,000 പൗണ്ടാണ് ഏകദേശം വരുന്നത്, ഇയർലി വരുന്നത്. അപ്പോൾ മാസം നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം 4,000 പൗണ്ട്സ് ഒക്കെ സാലറി വരും. അപ്പോൾ ഇതിൽ ഈ 4,000 പൗണ്ട്സും ഒരിക്കലും നമുക്ക് ഇൻ ഹാൻഡ് കിട്ടില്ല. ഇത് പറയാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരാൻ പോകുന്ന സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചിരുന്നു, ഇപ്പോൾ 4,000 പൗണ്ടോ അല്ലെങ്കിൽ 5,000 പൗണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ 6,000 പൗണ്ടൊക്കെ ആയിരിക്കും നമുക്ക് കമ്പനികൾ പറയാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം, നമുക്ക് ലൈക്ക് ഇപ്പോൾ 6,000 ആണെങ്കിൽ 5,000 നമുക്ക് അല്ലെങ്കിൽ 5,500 ഒക്കെ ഇൻ ഹാൻഡ് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും അത്ര കിട്ടില്ല, ഒരുപാട് വളരെ കൂടുതലാണ്. അപ്പോൾ ടാക്സ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏത് ജോബ് ആണെങ്കിലും നിങ്ങൾ എത്രത്തോളം ഇൻ ഹാൻഡ് സാലറി കിട്ടുമെന്ന് അറിഞ്ഞാൽ മാത്രം ഇവിടേക്ക് വരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് മന്ത്ലി 6,000 പൗണ്ട്സ് ആണ് പറയുന്നതെന്ന് വെച്ചിട്ട് 6,000 കയ്യിൽ കിട്ടില്ല, നല്ല ടാക്സ് വളരെ കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഓരോ സെക്ടറിലും എത്രത്തോളം ഈ ഇപ്പൊ സ്കെയിലിനനുസരിച്ച് സാലറി സ്കെയിലിനനുസരിച്ച് എത്രത്തോളം ടാക്സ് വരും എന്നുള്ളതും പറഞ്ഞു പോകും. സോ ഒരു എഞ്ചിനീയറിന് ബേസിക്കലി ഈ സീനിയർ ജൂനിയർ എന്നുള്ളതിൽ ആൻഡ് ഓൾസോ ലൊക്കേഷൻ അനുസരിച്ച് ലണ്ടനിലൊക്കെ പൊതുവെ സാലറി സ്കെയിൽ കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ സീനിയർ എഞ്ചിനീയറിനൊക്കെ 1 crore വരെ സാലറി പോകുന്നുണ്ട്, ഇയർലി സാലറി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് നാട്ടിലാണെങ്കിൽ കേരളത്തിലൊരു സാലറി ബാംഗ്ലൂരിലൊരു ഡിഫറെന്റ് സാലറി അല്ലേ, ബാംഗ്ലൂരിൽ പൊതുവെ സാലറി കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലും ഒക്കെ മേജർ സിറ്റീസിലെ അവിടുത്തെ ലിവിംഗ് കോസ്റ്റ് അനുസരിച്ചിട്ട് സാലറി കൂടുതലായിരിക്കും.
ഇത് ഈ ഒരു ടോപ്പിക് എടുക്കാൻ തന്നെ റീസൺ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ UK എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരാളുടെ കോറി വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്കിപ്പോൾ ഒരു 5,000 പൗണ്ട് സാലറി ഇവിടെ പറഞ്ഞിട്ടുണ്ട് മന്ത്ലി. അപ്പോൾ എത്ര ഇൻ ഹാൻഡ് കിട്ടും, അല്ലെങ്കിൽ അത് വർത്തിയാണോ, നാട്ടിൽ 2 ലാക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെയൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്ര ഇൻ ഹാൻഡ് സാലറി കിട്ടുന്ന അറിഞ്ഞതിന് മാത്രം ഒരു ഡിസിഷൻ ജോബിനും നിങ്ങൾ ഇങ്ങോട്ട് മാറുന്നതിനും ഒക്കെ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. സോ നമുക്കിനി അടുത്ത പ്രൊഫഷൻ. അപ്പൊ അടുത്ത പ്രൊഫഷനിലൂടെ ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്നത് നഴ്സിംഗിലാണ്. കുറെ പേര് നേഴ്സായിട്ടാണ് ഇവിടെ NHSലും കാര്യങ്ങളിലും വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ ഒരു സാലറി സ്കെയില് ഞങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പറയാം. ഇതൊരു ആവറേജ് കണക്കാണ് ഞങ്ങൾ പറഞ്ഞു പോകുന്നത്. എക്സാക്ട്ലി ഇത് തന്നെ ആയിരിക്കണം സാലറി അങ്ങനെയൊന്നുമില്ല. ഒരു ആവറേജ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ ഉള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞു പോകുന്നത്. നഴ്സിംഗ് NHSൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പല ബാൻഡുകളുണ്ട്. ഇത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറിവാണ്, നമുക്ക് നേരിട്ടിട്ടുള്ള അറിവല്ല. നമ്മൾ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ബേസിസിലുള്ള നമുക്ക് പിന്നെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് NHSൽ വർക്ക് ചെയ്യുന്ന, അവരുടെ ഒരു ഡാറ്റയും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻട്രി ലെവൽ നഴ്സിംഗ് ഉണ്ട്. ഇപ്പോൾ പല ബാൻഡുകളുണ്ട്, ബാൻഡ് 5, 6, 7, 8. അപ്പോൾ അത് വെച്ചാൽ ജൂനിയർ അല്ലെങ്കിൽ എൻട്രി ലെവൽ നഴ്സ്, സ്റ്റാഫ് നഴ്സ്, സീനിയർ നഴ്സ്, അങ്ങനെയൊക്കെ പല തസ്തികകളിലുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എങ്ങനെ പോലും ഒരു 35,000 ഒക്കെയാണ് ഇയർലി സാലറി. 35,000 to 40,000 ആണ് ഒരു ഇയർലി സാലറി വരുന്നത്. അപ്പോൾ അതിൽ സീനിയറൊക്കെ ആയി അല്ലെങ്കിൽ പ്രാക്ടീഷണർ ഒക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് 70,000 അല്ലെങ്കിൽ 80,000 ഒക്കെ ആകുമ്പോൾ ഇയർലി സാലറി പറയുന്നത്. മന്ത്ലി ഒരു 6 ലാക്ക്. ഇത് ഒരു ലൊക്കേഷൻ വെച്ചിട്ട് എല്ലാ പ്രൊഫഷനും ലൊക്കേഷൻ വെച്ചിട്ട് സാലറി സ്കെയിലും മാറും. ലൊക്കേഷൻ വെച്ചിട്ട് മാറും, നിങ്ങൾ ചെയ്യുന്ന ഷിഫ്റ്റ് അനുസരിച്ചിട്ട് മാറും. അതായത് നൈറ്റ് ഷിഫ്റ്റിന് ഒരു എക്സ്ട്രാ പേയ്മെന്റ് ആണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡേ ഷിഫ്റ്റ് ആണ് ഇപ്പൊ ഒരു നേഴ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോ കിട്ടുന്ന മണിക്കൂറിൽ കിട്ടുന്നത് ഒരു 14 പൗണ്ട്സ് ഒക്കെ ആയിരിക്കും ഒരു ആവറേജ്. അതേ സ്ഥാനത്ത് നൈറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 18, 19 പൗണ്ട്സ് പെർ അവറിൽ എക്സ്ട്രാ കിട്ടും. അപ്പൊ NHSൽ വർക്ക് ചെയ്യുന്ന പല തസ്തികകളുണ്ട്. നമ്മൾ നഴ്സിംഗിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു വേറെ സെക്ടറാണ് കെയർ ഹോം വർക്ക്. മലയാളികൾ അടുത്തത് ഇവിടെ കുറെ പേര് വരുന്നത് നാട്ടിൽ തന്നെ ഡയറക്റ്റ് കെയർ ഹോം വിസ എടുത്തിട്ടാണ്. സോ അതും ഈ പറഞ്ഞ പോലെ തന്നെ നഴ്സിംഗ് അല്ല, ബട്ട് അതും കൈൻഡ് ഓഫ് നഴ്സിംഗ് തന്നെയാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു രജിസ്ട്രേഡ് പ്രൊഫഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നല്ല. അത് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അവിടെ ഒരു ബേസിക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് കെയർ ഹോം എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് നഴ്സിംഗ് ആണ്. അപ്പോൾ അതിനുള്ള പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു സ്പോൺസർഷിപ്പോട് കൂടി ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അവിടെ നിശ്ചിതമായിട്ട് നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് ഉണ്ടാവും. അതിപ്പോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മണിക്കൂറിന് ഇപ്പോൾ 11 പൗണ്ട് അല്ലെങ്കിൽ 12 പൗണ്ട് മണിക്കൂറിന് വെച്ചിട്ടുള്ള അതും ഇതേപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റിന് ഒരു സാലറിയും ഡേ ഷിഫ്റ്റിന് വേറൊരു സാലറിയും ആയിരിക്കും. അതെ, അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരേ ജോലിയാണ്, ഒരേ പൊസിഷൻ ആണെങ്കിൽ പോലും ഏജൻസി ആണെങ്കിൽ പേയ്മെന്റ് കൂടും. സ്ഥിര നിയമനം പോലെ ഒരു പർട്ടിക്കുലർ ഏജൻസിയിലാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരും. അത് കുറച്ച് ഡിഫറെന്റ് ആണ്. എന്നാലും നമുക്കൊരു 12 മുതൽ ഒരു 14 പൗണ്ട് വരെ അല്ലെങ്കിൽ 11 മുതൽ 14 പൗണ്ട് വരെ പല കെയർ ഹോം പോസ്റ്റുകളിലും വരുമാനമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഇയർലി എനിക്ക് തോന്നുന്നു മന്ത്ലി ഒരു 2,300 2,200 പൗണ്ട് ഒക്കെയാണ് പരമാവധി ഏൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ അതിൽ തന്നെ എത്ര ഇൻ ഹാൻഡ് വരുന്നുള്ളത് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പറയാം, ഇൻ ബിറ്റ്വീൻ പറയാം. ഇപ്പൊ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പിന്നെ കോഴ്സും യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ വരുന്ന ആൾക്കാർ പാർട്ട് ടൈം ജോബ്സ് ഒരുപാട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് പാർട്ട് ടൈം ജോബിൽ പറയുമ്പോൾ അവർക്ക് സ്റ്റുഡൻസിന് ഇവിടെ വർക്ക് ചെയ്യാൻ ടൈം ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ സാധാരണ ഫുള്ളി ജോബ് ചെയ്യാൻ അവർക്ക് പറ്റില്ല, ബിക്കോസ് അവർ സ്റ്റുഡന്റ് ആണ്. സോ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് 40 hours ആണ്. ഇവിടെ 40 hours വരെ വീക്കിലി നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റുഡൻസിന്റെ കേസിൽ അത് 20 hours ആണ്. 20 hours ആണെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. എക്സാക്ട്ലി 20 ആണെന്ന് അറിയില്ല, 20+ എന്തായാലും 25 താഴെയാണത്. സോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ ഞങ്ങൾ സാധാരണഗതിയിൽ പാർട്ട് ടൈം ആയിട്ട് സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ റെസ്റ്റോറൻറ്റ്സിൽ അവർ നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല പല ഷോപ്പിൽ സെയിൽസ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള നിൽക്കുന്നതായിരിക്കും. ഇവിടെ പലതരത്തിലുണ്ട്. സെയിൻസ്ബറി അങ്ങനത്തെ കുറെ ഷോപ്പുകളുണ്ട്. അതൊക്കെ സൂപ്പർ മാർക്കറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ പാർട്ട് ടൈം മിക്കതും റെസ്റ്റോറൻറ്റ്സിലും കഫേസിലും ആണ് കണ്ടിട്ടുള്ളത്. പിന്നെ ആൾസോ കെയർ ഹോമിൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഈ പാർട്ട് ടൈമിലുള്ളതാണ്. ഇപ്പൊ നമുക്ക് KFCയിൽ പോയി നിൽക്കുന്നവരുണ്ട്, McDയിൽ പോയി നിൽക്കുന്നവരുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ കുറെ ബ്രാൻഡ് ഉണ്ട്, ജോളി ബീസ്, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക് UK-ൽ. അപ്പോൾ ഇവിടെയൊക്കെ പാർട്ട് ടൈം ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് പെർ ഹവർ ഒരു പല സ്ഥലത്തും പല ഡിഫറെന്റ് ആണ്. എങ്ങനെയായാലും ഒരു 9 to 12 ആണ് പല സ്ഥലങ്ങളിലുള്ള ഒരു കോമൺ വരുന്ന പൈസ എന്ന് പറയുന്നത്. 9 to 12 പൗണ്ടാണ് പെർ ഹവർ കിട്ടുക. ഇത് കൂടാതെ ആമസോണിന്റെ വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്,
അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഏകദേശം ഇവിടുത്തെ ഒരു മിനിമം പേയ്മെന്റ് ഉണ്ട്. 2025 ഒരു മിനിമം പേയ്മെന്റ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഒരു 9 to 12 പൗണ്ടിൻ്റെ അകത്താണ് പല ഇതുപോലത്തുള്ള എല്ലാ സെക്ടറുകളിലും വരുന്നത്. പക്ഷേ ഇപ്പോൾ ബാർടെൻഡർ അല്ലെങ്കിൽ ഒരു സീനിയർ ഒരു മാനേജർ പോസ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് ചില ആൾക്കാരൊക്കെ. ഇപ്പോൾ ഫുൾ ടൈമാണ് ഞാൻ പറഞ്ഞത് ചിലതൊക്കെ. അപ്പോൾ അതിലൊക്കെ 15 പൗണ്ട് 16 പൗണ്ട് അങ്ങനെ എബവ് ഒക്കെ പോവും. അതിപ്പോൾ ലൊക്കേഷൻ അനുസരിച്ചിട്ടും ചേഞ്ച് ആവും. നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ചേഞ്ച് ആവും, വീക്കെൻഡ്സ് ആണെങ്കിൽ ചേഞ്ച് ആവും, പിന്നെ ഇപ്പോൾ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ ചേഞ്ച് ആവും. ഇവിടെ സ്റ്റുഡൻസ് പൊതുവെ എന്താ ചെയ്യാറെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ ഓൾറെഡി നല്ലപോലെ വ്യത്യാസം വേരിയേഷൻ ഉണ്ട്. ഇപ്പൊ അതിന് ഒരു എക്സാമ്പിൾ, ഇപ്പൊ വീക്ക് ഡേയ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു 12 പൗണ്ട്സോ പെർ അവറിൽ കിട്ടുന്നത് 12 13 ആണെങ്കിൽ അതേ സാലറി തന്നെ വീക്കെൻഡിൽ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 16 17 പൗണ്ട്സ് ആയിരിക്കും പെർ അവർ. അപ്പൊ സ്റ്റുഡൻസ് മിക്കവാറും വീക്കെൻഡ്സിൽ വർക്ക് ചെയ്യാറുണ്ട്. അതിന്റെ അവർക്ക് വീക്ക് ഡേയ്സിൽ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും, 3 days 4 days ഒക്കെ ചിലപ്പോൾ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഞങ്ങൾ കണ്ടു വന്നിട്ടുള്ളത് വീക്കെൻഡ്സിലാണ് അവർ കൂടുതലും വർക്ക് ചെയ്യാറ്. സോ അത്യാവശ്യം നല്ലപോലെ ആ സമയത്ത് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഒരു പ്രശ്നം നേരിടുണ്ടാവുക, ഈ പറഞ്ഞ പോലെ 20 hours അവർക്ക് വർക്ക് ചെയ്യാൻ പെർമിറ്റ് ഉള്ളൂ വീക്കിലി. അതെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് എത്ര ഹവറാണ് വർക്ക് പെർമിറ്റ് ഉള്ളത്. പിന്നെ ടാക്സിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഒരു പരിധി, ഇപ്പോൾ നമ്മുടെ സാലറി ഇപ്പോൾ ഇന്ത്യയിലുള്ള പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ റീസെന്റ് 12 lakh വരെ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്ലാബ് ഉണ്ടല്ലോ, അതേപോലെ ഇവിടെ ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ മാത്രമേ നമുക്ക് ടാക്സ് വരുള്ളൂ. അപ്പം ഇനി അടുത്ത പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ എക്സാംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രൊഫഷണൽസിലൊക്കെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻട്രി ലെവൽ ഡോക്ടേഴ്സ്, അതായത് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 70,000 അല്ലെങ്കിൽ ഒരു 80,000 അങ്ങനെയൊക്കെയാണ്. പിന്നെ സീനിയർ ഡോക്ടേഴ്സ്, സർജൻസ്, അവർക്കൊക്കെ 2 CR ഒക്കെ വരെ സാലറി ഇയർലി 1 to 2 CR വരെ ഇന്ത്യൻ റുപ്പീസിൽ ഞാൻ പറയുന്നത് കിട്ടും. അതായത് 2,000 പൗണ്ട് 20,000 പൗണ്ട് അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന ഇപ്പോൾ പല ആൾക്കാരും ബാങ്ക് അല്ലെങ്കിൽ ഇപ്പൊ MBA കഴിഞ്ഞ അക്കൗണ്ടന്റ്, അങ്ങനത്തെ പ്രൊജക്ട് മാനേജർ, അങ്ങനത്തെ കുറെ പോസ്റ്റുകളിലുള്ള നോൺ ടെക്നിക്കലി ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വൈറ്റ് കോളർ ജോബ്, അങ്ങനത്തെ നോൺ ടെക്നിക്കൽ വൈറ്റ് കോളർ ജോബിൽ വരുന്ന പ്രൊഫഷണൽ ജോബ്സിൽ വരുന്ന MBA ഒക്കെ കഴിഞ്ഞ പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ സെയിൽസ് അസിസ്റ്റന്റ്, സെയിൽസ് മാനേജർ, അങ്ങനത്തെ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ടല്ലോ. അതായത് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു സെയിൽസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെയിൽസ് മാനേജർ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, അങ്ങനത്തെ കുറെ രീതിയിലുള്ള വൈറ്റ് കോളർ ജോബ്സിനൊക്കെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് ഒരു 45,000 അല്ലെങ്കിൽ 40,000 അകത്താണ്. ഇതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ മുകളിലോട്ട് പോവാണ്, ഇപ്പോൾ ഒരുപാട് നെക്സ്റ്റ് ലെവൽസിലൊക്കെ പോവാണ്, സീനിയർ ലെവൽ അല്ലെങ്കിൽ ലീഡ് ലെവൽ അങ്ങനെയൊക്കെ പോവാണ്, അല്ലെങ്കിൽ സീനിയർ അക്കൗണ്ടന്റ്, അതെ ഉണ്ടാവും ഒരു 65,000 അല്ലെങ്കിൽ 70,000 വരെയൊക്കെ പോകുന്ന പ്രൊഫഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഇതിൽ തന്നെ മാനേജർ റോളിലുള്ള സാലറി നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ കമ്പനി ഏത് ലൊക്കേഷനാണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഹൗ ക്രിട്ടിക്കൽ റിസോഴ്സ് ആർ യു, അതിനനുസരിച്ചൊക്കെ നിങ്ങളുടെ സാലറി ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ എന്തായാലും ഒരു എൻട്രി ലെവലും ഒരു ആവറേജ് സാലറി വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും UK ഒരു ബേസിക് റൂൾ ഉണ്ട്. ഇത്ര 18 എബവ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ പോയാലും 1 hour വർക്ക് ചെയ്യുമ്പോൾ 10 pounds എന്തായാലും കിട്ടും. അത് മിനിമം പേയ്മെന്റ് ആണ്. ഏത് ജോലി ആയിക്കോട്ടെ. ഈ വർഷമാണ് അത് ചേഞ്ചസ് പ്രോപ്പർ ആയിട്ട് വന്നത്. ഇപ്പൊ ഏതൊരു പ്രൊഫഷനിലുള്ള ആളാണെങ്കിലും, ഈവൻ ട്രക്ക് ഡ്രൈവർ, പെയിന്റർ, പ്ലംബർ, അങ്ങനെ എന്ത് പ്രൊഫഷൻ ആയിക്കോട്ടെ, മിനിമം പേയ്മെന്റ് മണിക്കൂറിന് 10 pound വീതം കിട്ടും. ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇതിലിപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വിസ, ഇപ്പൊ ഞാനുള്ളത് വേറൊരു ഡിഫറെന്റ് വിസയാണ്. അപ്പൊ ആ വിസയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കോൺട്രാക്ട് പോലത്തെ ഒരു വിസ ആയിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്കുള്ള സാലറി ഇപ്പോൾ പ്രീ ഡിഫൈൻഡ് ആണെങ്കിൽ ഇനി ഈ വിസ പുതുക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ സാലറിയിൽ ചേഞ്ചസ് നിർബന്ധമായിട്ടും വരുത്തേണ്ട ആവശ്യം കമ്പനിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 3 years ആണെങ്കിൽ 5 years ആണ് വിസ കാലാവധി വരുന്നതെങ്കിൽ, ഈവൻ ദോ ആ വിസയിൽ വരുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വിസയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഒരു 70,000 സാലറി കൊടുക്കണം എന്ന് ഗവൺമെൻറ് റൂൾ ഇറക്കിയാൽ പോലും നെക്സ്റ്റ് പുതുക്കുന്ന സമയത്ത്, അതായത് ഇൻഎഫക്റ്റീവ് വരുന്നത് ഇപ്പോൾ 2026 തൊട്ടിട്ടാണെങ്കിൽ, നിങ്ങൾ ഈവൻ 26 വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ വിസ അപ്ലൈ ചെയ്ത് കിട്ടിയത് 2025 നെക്സ്റ്റ് പുതുക്കുന്നത് 27 നിങ്ങൾക്ക് സാലറി ചേഞ്ച് വരുന്നത് ഓൺലി ഇൻ 27 അതുവരെ നിങ്ങൾക്ക് കിട്ടുക 2025 ബേസിസിലുള്ള സാലറി ആയിരിക്കും. ഇത് കോൺട്രാക്ട് ബേസിലൊക്കെ ആൾക്കാർക്കുള്ള കാര്യമാണ് പറയുന്നത്.
സോ എന്തായാലും അപ്പോൾ കുറച്ച് സാലറീസ് എങ്ങനെയാണ് പല പ്രൊഫഷനിലും പല ഏരിയയിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഓരോ പ്രൊഫഷനും ഉള്ള സാലറിക്ക് ടാക്സ് പിടിച്ചു കഴിഞ്ഞ് ഇൻ ഹാൻഡ് എത്ര സാലറി ആയിരിക്കും കിട്ടുക എന്നുള്ളതിന്റെ ഞങ്ങളൊരു ആവറേജ് കണക്ക് പറയാം. സോ ബേസിക്കലി ടാക്സ് ഇല്ലാത്തത് ഒരു എമൗണ്ട് ഉണ്ട്. അതിന് മുകളിലുള്ള സാലറി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ആക്ച്വലി ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ എന്നാൽ നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ഇനിയിപ്പോൾ നമ്മൾ യു കെയിലെ ടാക്സ് സ്കെയിലിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. സോ ഇവിടെ ഇപ്പൊ നിലവിൽ 12,570 പൗണ്ട്സ് വരെ ഇയർലി ടാക്സ് ഇല്ല, ടാക്സ് ഫ്രീ ആണ്. സോ ഒരു 13 lakhs വരെ ഇയർലി 13 lakh വരെ ഇവിടെ കിട്ടുന്നവർക്ക് ടാക്സ് ഇല്ല. ആൻഡ് ഇനി നമുക്ക് 12,571 പൗണ്ട്സ് തൊട്ട് 50,270 പൗണ്ട്സ് വരെ ഉള്ള ആൾക്കാർക്ക് 20% ആണ് ടാക്സ് കൂട്ടുന്നത്. അതായത് ഇപ്പം ഈ 12,571 തൊട്ടിട്ട് 50 വരെയുള്ള എമൗണ്ടിന്റെ 20%, അല്ലാണ്ട് ടോട്ടൽ 50 അല്ല, 12,571 തൊട്ട് 50 വരെയുള്ള എമൗണ്ടിന്റെ 20% ആണ് ടാക്സ് വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇയർലി 50,000 എന്ന് പറയുന്ന 50,000 പൗണ്ട്സ് എന്ന് പറയുമ്പോൾ 50 lakh ആണ് ഇയർലി സാലറി പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 4 lakh ആയിരിക്കും. ടാക്സ് പിടിച്ചിട്ടല്ല, ടാക്സ് പിടിക്കാതെ ശരിക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടേണ്ടത് സാലറി ഒരു 4 lakh ആയിരിക്കും. പക്ഷെ അതിന്റെ ഈ 20% ടാക്സും നാഷണൽ ഇൻഷുറൻസ് NI എന്ന് പറയുന്ന ടാക്സ് ഒക്കെ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക ഒരു 3 lakh ആയിരിക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു 1,050 ഒക്കെ പിടിക്കും മൊത്തം. അതായത് ഒരു 750 ടാക്സും ഒരു 300 pound നാഷണൽ ഇൻഷുറൻസും പോയി നിങ്ങൾക്ക് ഇൻ ഹാൻഡ് കിട്ടുന്നത് ഏകദേശം ഒരു 3 lakh, അല്ലെങ്കിൽ 3 lakh ഒരു ഐഡിയ വെച്ച് പറയുന്നത് 3,000 pounds ആണ് ഏകദേശം ടാക്സും ഒക്കെ കഴിഞ്ഞ് കൈ കിട്ടുക. അപ്പോൾ നമുക്ക് 4,000 pounds എ മന്ത് എന്ന് നമുക്ക് അങ്ങനെയാണ് നമ്മുടെ സാലറി സ്കെയിൽ നിന്ന് നാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ 3,000 നമുക്ക് ഇൻ ഹാൻഡ് കിട്ടുള്ളൂ. ബാക്കി മന്ത്ലി ഒരു 1 lakhന്റെ അടുത്ത് നമുക്ക് ടാക്സ് പിടിക്കും. സോ ഇനി പറയുന്നത് 50K above തൊട്ടിട്ട് നമുക്ക് 1,25,140 pounds വരെ വരുന്നത് 40% ടാക്സ് ആണ്. അത് ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പൊ 50 തൊട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു 1 CR അല്ലെങ്കിൽ 100,000 pound ആണ് ഇയർലി കിട്ടുന്നതെങ്കിൽ ഈ 50,000 തൊട്ടിട്ട് 100 വരെയുള്ള ആ 50,000ന്റെ 40%, അതായത് നിങ്ങളൊരു ഉദ്ദേശം 20 ലക്ഷം രൂപ 20,000 pound ടാക്സ് പോകും. ബാക്കി 30 മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ആ 30 തന്നെ NIയും പോകും. സോ ടോട്ടലി 1 CR ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻ ഹാൻഡ് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 5 lakh ആയിരിക്കും. യെസ്, അതായത് നിങ്ങൾക്ക് ഇയർലി സാലറി 1 crore ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് മന്ത്ലി കിട്ടേണ്ടത് എന്ന് പറയുന്നത് ഒരു 7 lakh ഒക്കെ ആയിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ശരിക്കും കയ്യിൽ കിട്ടേണ്ടത്. 8 ഒക്കെയാണ് ശരിക്കും കിട്ടേണ്ടത്. പക്ഷെ ഇവിടുത്തെ ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക ഒരു 5 lakhs ആയിരിക്കും. ബാക്കി ഫുൾ ടാക്സ് പിടിക്കും. ആൻഡ് നമുക്ക് അങ്ങനെ ടാക്സ് ക്ലെയിമും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് 2 years ഒക്കെ ഡിപ്പെൻഡബിൾ ആണ്. പലതിലും ടാക്സ് ഒന്നും ഇയർലിയുള്ള ടാക്സ് ക്ലെയിം നമുക്ക് ചെയ്യാൻ പറ്റുക. എനിക്ക് തോന്നുന്നു ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പൊ അത് കുറച്ച് പേർക്കേ അറിയുള്ളൂ, വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ. നമുക്ക് അതിനിവിടെ CS-നെ അപ്രോച്ച് ചെയ്യാം. അത് നമുക്കൊരു ഡിഫറെന്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, എങ്ങനെയാണ് ടാക്സ് ക്ലെയിം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ നമ്മളെ കോൺടാക്ട് ചെയ്യുക, കമന്റ് ചെയ്താൽ നമുക്ക് അതിലൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് ഇവിടുത്തെ ടാക്സ് സ്കെയിൽ വരുന്നത്. സോ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞു പോയ വർക്കിംഗ് സെക്ടേഴ്സിൽ ഒരുവിധം ഒരേപോലെ സാലറി വാങ്ങിക്കുന്നതാണ് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും. സോ അവർക്കൊക്കെയാണ് അവരിലെ സീനിയേഴ്സിലാണ് ഈ 1 crore ഒക്കെ ഇയർലി കിട്ടുന്ന സാലറി. അപ്പോൾ അവർക്കൊക്കെ ഇൻ ഹാൻഡ് മന്ത് കിട്ടുന്നത് 5 lakhs ആയിരിക്കും, അതായത് 5,000 pounds ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് വർക്കിംഗ് സെക്ടേഴ്സ് എന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്നത് നഴ്സിംഗ്, കെയർ ഹോം അങ്ങനെയൊക്കെയുള്ള ഇതിലാണ്. സോ നഴ്സിംഗിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സീനിയർ നഴ്സിംഗിനൊക്കെ കിട്ടുന്ന 60,000 pounds ആയിരിക്കും ഇയർലി. 60,000 to 70,000 pounds ഒക്കെ സുഖമായിട്ട് കിട്ടുന്നു. സോ അവർക്കൊക്കെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടാക്സ് കഴിഞ്ഞിട്ട് ഇൻ ഹാൻഡ് കിട്ടുന്നത് 4,000 pounds ഒക്കെ ആയിരിക്കും. ഇനി നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനി ഇപ്പം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു സാലറി പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് പറയുന്ന സാലറി ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത സാലറി ഒന്നും അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ UKയുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ സാലറി അടിച്ചു കൊടുത്ത്
നിങ്ങൾക്ക് എത്ര നാഷണൽ ഇൻഷുറൻസ് വരും, നിങ്ങൾക്ക് എത്ര ടാക്സ് പോകും, നിങ്ങൾക്ക് എത്ര ഇൻഹാൻഡ് സാലറി കിട്ടും, ഒക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡിൽ കാണിച്ചു തരാം എത്രയാണ് നിങ്ങൾക്ക് സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, എത്ര ടാക്സ് വരും എന്നുള്ളതൊക്കെ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അത്രയാണ് പറയാനുള്ളത് ഇപ്പോൾ ടാക്സിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് UK ടാക്സ് കാൽക്കുലേറ്റർ അപ്പോൾ നിങ്ങൾക്ക് UK ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ഇങ്ങനെ UK ടാക്സ് കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 2025 എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ഇൻകം ടാക്സ് ഫോർ ദ കറൻറ്റ് ഇയർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എത്രയാണ് സാലറി ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ ഉണ്ട്. അപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു കമ്പനി നിങ്ങൾക്കൊരു എമൗണ്ട് ഓഫ് മണി ഒരു ഇയർലി തരാൻ, ഇപ്പോൾ സപ്പോസ് ഒരു 60,000 പൗണ്ടാണ് ഒരു ഇയർലി സാലറി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വെച്ചാൽ അത് നിങ്ങളിവിടെ കൊടുക്കുക. എന്നിട്ട് ഇയർലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. സപ്പോസ് മന്ത്ലി 6,000 ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. തൽക്കാലം ഞാൻ 60,000 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയർലി സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ നിങ്ങൾ ആർ യു ഓവർ ദ സ്റ്റേറ്റ് പെൻഷൻ ഏജ് എന്നുള്ളത് നോ കൊടുക്കുക. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അത് നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്ത ആൻസേഴ്സ് ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതിന് 2ൻ്റെ ആൻസർ നിങ്ങൾ കൊടുത്ത അനുസരിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ സ്കോട്ട്ലാൻഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ സ്കോട്ടിഷ് ഇൻകം ടാക്സ് എന്നുള്ളത് ആഡ് ചെയ്തിട്ട് യെസ് ഐ മീൻ സ്കോട്ട്ലൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ദ ടേക്ക് ഹോം പേ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇയർലി നിങ്ങൾക്ക് വരുന്ന ഒരു സാലറി എത്രയാണ് എന്നുള്ളതിന് നിങ്ങളുടെ ടാക്സ് ഫ്രീ എന്നുള്ള പേഴ്സണൽ അലവൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ 12,570 കഴിഞ്ഞ് ടാക്സബിൾ ഇൻകം ഇത്രയാണ് വരിക. ഇതിന് നിങ്ങൾ ഇയർലി ഇത്രയും പൈസ ടാക്സ് കൊടുക്കും. അതേപോലെ ഇത്രയും ടോട്ടലി നിങ്ങൾക്ക് ടാക്സ് പോയി ടേക്ക് ഹോം പേ വരുന്നത് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻകം ടാക്സ് അറ്റ് 40% വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 50,000-നും 60,000 ഇടയിലുള്ള പൈസയ്ക്കാണ് 40% വെച്ചിട്ട് ഇത്രയും ടാക്സ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് മന്ത്ലി ഇങ്ങനെയാണെങ്കിൽ എത്ര ഇൻ ഹാൻഡ് കിട്ടുമെന്ന് വെച്ചാൽ 3,780 ആണ്. നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾക്കൊരു ഗ്രോസ് ഇൻകം 5,000 വന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം 3,780 പൗണ്ടാണ് ഒരു മാസം കിട്ടുന്നുള്ളൂ. സോ ഞങ്ങളിപ്പോൾ ഒരു ആവറേജ് സ്കെയിലാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ, UK തന്നെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിൽ ഡിഫറെന്റ് സ്കെയിലാണ് ടാക്സിന്റെയും കാര്യങ്ങളും. അത് കുറച്ചും കൂടെ കൂടുതലാണ്. അതെ, കുറച്ച് കൂടുതലും കുറച്ച് കോംപ്ലക്സും ആണ്. അത് പറയാം നമുക്ക്. അപ്പോൾ അതിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ നിർത്താം. അതെ, സോ അപ്പോൾ സ്കോട്ട്ലൻഡിലെ ടാക്സ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ സാലറി നേരത്തെ ആ ടാക്സബിൾ ഇൻകത്തിന്റെ സ്റ്റേജ് സെയിം തന്നെയാണ്, സ്കെയിൽ സെയിം ആണ്. അതായത് 12,571 വരെ ടാക്സ് ഇല്ല. അതിനുശേഷം 14,570 വരെ നിങ്ങൾക്ക് 19% ആണ്. അത് 1% കുറവാണ് മറ്റേതിനെക്കാട്ടിലും. പിന്നെ ഈ 14 തൊട്ടിട്ട് 25 വരെയാണ് 20. പിന്നെ 25 തൊട്ടിട്ട് 43 വരെയുള്ള എമൗണ്ടിന്റെ 21%. പിന്നെ 43 to 1,50,000 പൗണ്ട് വരെ 42% ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സ്കോട്ട്ലാൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ടാക്സ് കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ സ്കോട്ട്ലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇയർലി വരുന്ന ടാക്സിൽ ഒരു 1,000 പൗണ്ടിന്റെ ഒക്കെ ചേഞ്ച് വരും. ഏകദേശം 1,000 ഇല്ല, ഒരു 500-600 പൗണ്ട്സിന്റെ ഒക്കെ ചേഞ്ചസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ പറയും ലണ്ടനിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് കൂടുതലാണ്. പക്ഷെ സ്കോട്ട്ലൻഡിൽ അത്ര ലിവിങ് എക്സ്പെൻസ് ലണ്ടൻ വെച്ച് നോക്കുമ്പോൾ അത്ര വരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ പക്ഷെ ഇവിടെ സ്കോട്ട്ലൻഡിൽ അങ്ങനെ ലിവിങ് എക്സ്പെൻസസ് കുറവാണെന്നുണ്ടെങ്കിലും ടാക്സ് കൂടുതലാണ്. ചെറിയ രീതിയിൽ ടാക്സ് കൂടുതലാണ്. പക്ഷെ നമുക്ക് റെന്റും കാര്യങ്ങളൊക്കെ ഓരോ സിറ്റി, ഇപ്പൊ ഇതൊരു ഡിഫറെന്റ് സിറ്റിയാണ് ഗ്ലാസ്ഗോ. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ലണ്ടനിലെ വെച്ച് നോക്കുമ്പോൾ ഹൗസ് റെന്റും കാര്യങ്ങളും കമ്പാരിറ്റീവ്ലി ഇവിടെ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ ഇതിപ്പോ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ടാക്സ് കൂടുതലാണെങ്കിൽ അവിടെ ലിവിങ് എക്സ്പെൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും, സാലറി സ്കെയിലും കാര്യങ്ങളും. ഇപ്പൊ ഈ വീഡിയോ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
സോ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. സോ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ ഫ്രം ലൈഫ് ആൻഡ് ലഗേജ്.